ഭിക്ഷുഗീത എന്നൊരു ഗീതയുണ്ട്. ആ ഭിക്ഷുഗീതയിൽ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോക 11ാമത്തെ സ്കന്ധത്തിലാണ്. 23ാം അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകമാണത്. നായം ജനോ മേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാഃ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യത്. എല്ലാവർക്കും ഇതെന്താ ഇവിടെ ധാരണ? അപ്പോൾ അന്തമില്ലാത്തൊരു ലോകമാണ്. ഇതിലത്തെ പ്രകടനവിലാസം അനേകമാണ്, ബഹുമുഖം, ബഹുവിധം. ഇതിൻ്റെ ഒരറ്റവും ഒരാൾക്കും ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെ പറ്റി അപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ അവസാനം ഗണിച്ച് കുറുക്കി നോക്കുമ്പോൾ സത്യം എന്താ? ഈ ലോകത്തിൻ്റെ മുഴുവനും കാരണം നമ്മുടെ മനസ്സിലാണ്. അപ്പം ഭിക്ഷു പറയുകയാണ്, നായം ജനോമേ സുഖദുഃഖഹേതു. ഈ ഭിക്ഷു ആരാ? അറുപിശുക്കൻ ഒരു ബ്രാഹ്മണനായിരുന്നു. കയ്യിലുണ്ടായിരുന്നു സ്വത്ത്. കാശ് ഒരാൾക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരാളെ ആർക്കെങ്കിലും പിടിക്കുമോ? പിടിക്കില്ല. സർവ്വ ആൾക്കാരും പിടിക്കാത്തവരാ. ശത്രുക്കളെന്ന് പറയാൻ വയ്യ, എന്നാൽ അങ്ങനെ ആണേനും തരം കിട്ടിയാൽ കൊത്തും. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തു ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നവരെയോ മനുഷ്യർക്ക് സ്നേഹമാണ്, താല്പര്യമാണ്. അപ്പോൾ കയ്യിൽ കാശുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ കാശ് കുറേ കള്ളന്മാർ കൊണ്ടുപോയി കുറേ സർക്കാർ കണ്ടുകെട്ടിയെടുത്തു. അങ്ങനെയായിട്ട് എല്ലാം നശിച്ചു, ഒന്നുമില്ലാത്തവനായി. അപ്പോൾ ഒന്നുമില്ലാത്തവനായപ്പോൾ ഒരു ഭിക്ഷക്കാരനായി നടക്കുമ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞതെന്താ? കണ്ടില്ലേ, അവൻ തടിയൻ, ശുദ്ധ കപടന. ഈ നടത്തം ഒരു നടിപ്പാണ്. കയ്യിൽ എപ്പോഴും കാശുണ്ടാവും എന്ന് പറഞ്ഞ് വല്ലാതെ ധിക്കരിച്ച് സംസാരിച്ചു തുടങ്ങി. ചിലർ തലയിൽ മൂത്രമൊഴിച്ചു എന്നൊക്കെയാണ് പറയണത്, തുപ്പി. അങ്ങനെ എല്ലാവരും കൂടി പല വിധത്തിലും ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് അങ്ങോട്ട് ചൊല്ലിയതാണ് അത്. ഇവരെല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, ഇവരാരുമല്ല എൻ്റെ ദുഃഖത്തിനും വിഷമത്തിനും കാരണം. എൻ്റെ പണം നശിപ്പിച്ചത് ഞാൻ, പിശുക്ക് എനിക്ക് കൊടുക്കാതിരുന്നത് ഞാൻ. അവ എല്ലാ വിധത്തിലും അന്ന് എൻ്റെ കയ്യിൽ പണമുണ്ട്, കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നി. കൊടുക്കണമെന്ന് തോന്നാമായിരുന്നില്ലേ? എൻ്റെ മനസ്സ് തോന്നിച്ചത് കൊടുക്കണ്ടെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാറ്റിനും കാരണം പുറമേ ആരുമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഭിക്ഷുവിനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വാണിയാണ്.